ഇന്ന് നീ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ ദൈവ പൈതലേ? ഈ ലോകത്തിന്റെ സന്തോഷം നിന്നിൽ ധാരാളമുണ്ട്. ആ മദ്യപിച്ച് നീ സന്തോഷിക്കുന്നുണ്ട്, സ്വത്ത് സമ്പാദിച്ച് നീ സന്തോഷിക്കുന്നുണ്ട്, പല സുഖങ്ങളിൽ നീ സന്തോഷിക്കുന്നുണ്ട്, ലോകത്തിന്റെ പല മേഖലകളിൽ നിനക്ക് സന്തോഷമുണ്ട്. പക്ഷേ രക്ഷയുടെ സന്തോഷം അതിന്ന് രാത്രി നിന്റെ അവകാശമായി തീർന്നിട്ടുണ്ടോ? നിന്റെ പാപം മോചിക്കപ്പെട്ടു എന്ന് നിനക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടു എന്ന ബോധം നിന്റെ നെഞ്ചിനകത്ത് ഉറപ്പായി ലഭിച്ചിട്ടുണ്ടോ? നീ സ്വർഗരാജ്യത്തിന് അവകാശിയായി എന്ന് നിനക്ക് നല്ല ബോധ്യവും ഉറപ്പും കിട്ടിയിട്ടുണ്ടോ? നിന്റെ പാപം കാൽവരിയിൽ ഒഴുകിയ രക്തത്താൽ കഴുകപ്പെട്ടു എന്ന് നിനക്ക് നിർണയം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ സന്തോഷിക്കുന്നത് സന്തോഷമല്ല, രക്ഷയുടെ സന്തോഷം സ്വായത്തമാകുന്നവരാണ് സമ്പന്നർ. ഹല്ലേലൂയ. ഈ രാത്രി കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെടാത്തവരെ, പാപമോചനം പ്രാപിക്കാത്തവരെ, ഇപ്പോഴും പാപത്തിൽ പ്രയാണം തുടരുന്നവരെ, ഇപ്പോഴും മദ്യപാനത്തിൽ ജീവിതം മുന്നോട്ട് തള്ളുന്നവരെ, ഇപ്പോഴും വെറിക്കൊത്തും വ്യഭിചാരവും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ആസ്വദിക്കുന്നവരെ, ഇപ്പോഴും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ലോകത്ത് അനേകരെ വഞ്ചിച്ച് ചതിച്ച് പറ്റിച്ച് മുതൽ കൂട്ടുന്നവരെ, ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും പണമുണ്ടാക്കാൻ വേണ്ടി അവിഹിത മാർഗത്തിലൂടെ തെറ്റായ വഴികൾ സ്വീകരിക്കുന്നവരെ, ഇപ്പോഴും പകയും പൈശൂന്യവും കൊണ്ട് നടക്കുന്നവരെ, ഇപ്പോഴും ലോകത്ത് ഒരുപാട് തിന്മകൾക്ക് കുത്തരങ്ങായി ജീവിതത്തെ അടിയറ വെച്ചവരെ, മനസാക്ഷിയോട് ചോദിക്കുക, നിന്റെ പാപം മോചിക്കപ്പെട്ടുവോ? നീ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചുവോ? നിന്റെ പാപം കഴുകപ്പെട്ടുവോ? നീ മോചനം പ്രാപിച്ചുവോ? ഇല്ലെന്നാകിൽ നീ അരിഷ്ടൻ, നീ ദരിദ്രൻ, നീ സമ്പന്നനല്ല.